ഈ ചൂടിനും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഗ്ലാസ് മതി കേട്ടോ, ദാഹവും വിശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൗരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള ചൗരിയാണ് കേട്ടോ ഇത്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചൗരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്തെടുത്ത ചവരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചവരി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് സോഫ്റ്റായിട്ട് വന്നാൽ പിന്നെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഊറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറി വന്നതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ഒരു ചവരി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മാത്രമായിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രൂട്ട്സായിട്ട് ഉറുമാമ്പഴവും ആപ്പിളും മുന്തിരിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കറുത്ത മുന്തിരി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാഗോ കസ്റ്റാർഡ് ഫ്രൂട്ട് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ തണുപ്പോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.